ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ ഇത് കുറച്ച് ഫുൾ മലയാളം സ്റ്റോറി ആക്ച്വലി വി അല്ല മലയാളം അതെ ഇന്ത്യൻ ബോയ് ആകിയിട്ട് പിന്നെ ചെയ്യാൻ പോവാം. നമ്മൾ സ്റ്റോറി കേൾക്കാം. നമ്മളെ ഹീറോ കിം ടയാം വി, നമ്മളെ ഏജ് ഗ്യാപ്പ് കുറച്ച് ഏജ് ഗ്യാപ്പാണ്. വിക്ക് 19 വയസ്സ്, ഹീറോയ്ക്ക് 24 വയസ്സ്. വി പഠിക്കുന്ന കോളേജിലാണ് ഹീറോയി പഠിക്കുന്നത്. അവിടെ ഹീറോ സീനിയറാണ്, വി ജൂനിയർ. അങ്ങനെ ഹീറോയ്ക്കും വിക്കും ഒത്തു പോകുന്നില്ല. വി ഹീറോയെ ഒന്നും ചെയ്തില്ല, തെറ്റ് ചെയ്തില്ല. വി പറയാം ഹീറോയിൻ്റെ മുമ്പിൽ കൂടെ തല്ലി കിട്ടുക. ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. മാത്രം ഹീറോയിൻ്റെ ഡാഡി ബിസിനസ് ദൂരം പോയ ഹീറോയിൻ്റെ മമ്മിയോ സത്യം പറഞ്ഞാൽ അമ്മ സഹായിക്കുമായിരുന്നു. ഹീറോയ്ക്ക് അറിയായിരുന്നു എന്ത് ചെയ്യാറില്ല. വി പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ ചേട്ടൻ്റെ മോനാണ് വി. അങ്ങനെ ഹീറോയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഹീറോ സാഡാണ്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യാറില്ല. വിക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു, നഞ്ചുൻ. അതെ, വീൻ്റെ ചേട്ടനാണ് നഞ്ചുൻ. ആറമ്മക്കും കല്യാണം കഴിഞ്ഞു. ആറമ്മ അവിടെ നോക്കണം, ഹീറോയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അതുമാത്രമല്ല ഹീറോയിൻ്റെ വീട്ടുകാരല്ല ഹീറോയ്ക്ക് തരില്ല. വി ഒന്നും ചെയ്ത് വിക്ക് നല്ല സന്തോഷമാണ്. ഹീറോയ്ക്ക് എപ്പോൾ അടി കിട്ടും അതേ കോളേജ് ഹീറോയി പഠിക്കുന്ന കോളേജ് ജോയിൻ ചെയ്ത് ഹീറോയിനെ ടോർച്ചർ ചെയ്യുക. ഹീറോ വി സെക്കൻഡ് ഇയർ, ഹീറോയിൻ പഠിക്കുകയാണ്. ഹീറോ സീനിയർ ആണ്, ക്ലാസ് പഠിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യുക, ഹീറോയ്ക്ക് 24 വയസ്സ്, 8ാം ക്ലാസ് കോളേജാണ്. ഹീറോയി സീനിയർ ആയിട്ടുണ്ട്. മാത്രം ഹീറോയിട്ട് ടോർച്ചർ ചെയ്യാം. ഹീറോയ്ക്ക് വി എന്ന ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഒരു ക്രഷ് മതിയാണ്. വിക്ക് പ്രപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ വിക്ക് പ്രപ്പോസ് ചെയ്യാതെന്ന് വന്നപ്പോൾ വി ഒരു ഗേൾ അതെ വീൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു. എന്ത് പറ്റി, ഗേൾ ഫ്രണ്ട് പറയായിരുന്നു എന്ത് പറ്റിയിടാ. അങ്ങനെ ഹീറോയി നോക്കുമ്പോൾ ഗേൾ ഫ്രണ്ടിന് കൈ പിടിച്ച് അങ്ങനെ ഗേൾ ഫ്രണ്ട് ക്ലോസ് ആയിട്ട് കാണാൻ. എന്ത് ദിയ, ഗേൾ ഫ്രണ്ടിൻ്റെ പേര് ദിയ ആണ്. ദിയ കൂടെ ക്ലോസ് ആയിരിക്കും. അത് മാത്രമല്ല ഹീറോയി വന്ന് കിസ് ചെയ്യുന്നതെല്ലാം കണ്ടായിരുന്നു. ഹീറോയിൻ്റെ മനസ്സ് ഒടിഞ്ഞായിരുന്നു. ഇവൻ ലവ് ചെയ്തു, അത് പാവം ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഒരുപാട് കരച്ചിൽ പോയതായിരുന്നു. അങ്ങനെ വീണ്ടും നോക്കുമ്പോൾ ഒരുപാട് സാഡായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഹീറോയി. അങ്ങനെ വി ഇങ്ങനെ സെക്കൻഡ് ഇയർ എത്തി. അങ്ങനെ ഇപ്പോൾ ഹീറോയി സെക്കൻഡ് ഇയർ അല്ല വി ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഹീറോയ്ക്ക് ഒരു പ്ലാൻ വന്നായിരുന്നു, ഇവിടുന്ന് മാറിക്കോളാം. ഇപ്പോൾ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ആണ് വിക്ക്. അങ്ങനെ കണ്ട് ഹീറോയി പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് ശരിയാവില്ല, അച്ഛനോട് സംസാരിക്കാൻ. അങ്ങനെ അച്ഛൻ അമ്മ വീണ്ടും എല്ലാം ഒരു പ്ലേസിൽ പോയിരുന്നു. ഹീറോയുടെ അച്ഛൻ വന്നായിരുന്നു. നഞ്ചുനുണ്ടായിരുന്നു വീട്ടിൽ. നഞ്ചു വൈഫ് ഹീറോയ്ക്ക് എപ്പോൾ സപ്പോർട്ടുണ്ടാവും. എന്ത് പറ്റി ചേട്ടാ, നഞ്ചുനോട് പറയാം എന്ത് പറ്റിമ്മ, എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ വേറെ പ്ലേസിൽ പഠിക്കാൻ പോവാം എന്ന് ഹീറോയ്ക്ക് എഞ്ചിട്ട് പറയാൻ തുടങ്ങിയിരുന്നു. വി ടോർച്ചർ ചെയ്യുന്ന നഞ്ചുനൊക്കെ അറിയും. ഹീറോയുടെ അച്ഛനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. ഹീറോയുടെ അച്ഛൻ ശരിമ്മ കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ശരിമ്മ ഈ പഠിച്ചോ. അങ്ങനെയായിട്ട് ഹീറോയിന് ഫോറിൻ നാട്ടിലൊക്കെ ഹീറോയിൻ അയച്ചായിരുന്നു. ഈ ഫോറിനിൽ പഠിച്ചു വന്ന് ഹീറോയിൻ അയച്ചായിരുന്നു. ഹീറോയിൻ ഫോറിൻ പഠിക്കാൻ പോയിരുന്നു. വീട്ടിൽ വന്ന് ഹീറോയിനെ കാണുന്നില്ല. ഹീറോയിൻ അച്ഛനും പറഞ്ഞു ഫോറിനിൽ ഞാൻ അയച്ചു, എൻ്റെ ഫ്രണ്ടും കൂടെ എന്ന് ഫ്രണ്ടിന് മോളെ കൂടെ അയച്ചായിരുന്നു പറഞ്ഞു. നിങ്ങൾ അയച്ചതെന്ന് ഹീറോയിൻ അമ്മയ്ക്ക് പോയൊക്കെ പറയുന്നു. അതിനെ കണ്ടിട്ട് പളന്ന് ഒരു ഇടി വെച്ചായിരുന്നു ഹീറോയിൻ അമ്മയ്ക്ക്. മുസുണ്ട് ഷോക്കായിരുന്നു. എന്താടി എന്ന് ഹീറോയിൻ പോയൊക്കെ പറയുന്നത്. എൻ്റെ മോ പോയെന്ന് നിനക്ക് എന്ത് പ്രശ്നമോ, നീ എന്തെല്ലാം കാട്ടി തന്നെ എനിക്ക് അറിയില്ല കുറച്ച് പോയെന്ന് ഹീറോയിൻ മുമ്പ് പോയൊക്കെ പറയുമായിരുന്നു. ഹീറോയിൻ അമ്മയ്ക്ക് പേടിയായിരുന്നു. ഹസ്ബൻഡ് കുറച്ച് പേടിയാണുള്ളത്. അങ്ങനെ കണ്ട് ഹീറോയിൻ അമ്മ ശരി ഓക്കെ എന്ന് പറഞ്ഞു. എന്ത് ഇവൻ തെറ്റ് ചെയ്തിട്ടുമില്ല, ഇവൻ്റെ ഒരു പ്രായത്തിൽ അങ്ങനെയിട്ട് വീണ്ടും മുറിച്ചിട്ട് പോയിരുന്നു. വീക്ക് അയ്യോ അങ്കിൾ ഇങ്ങനെ ടെറർ പീസ് ആയിട്ടുണ്ടെന്ന് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ പോവാണ്. ഹീറോയിൻ അച്ഛൻ പറയാൻ തുടങ്ങി മോളെ അതെ എന്ന് പറയുന്നത്. ഹീറോയിൻ ജോലിയായിട്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. ഹീറോയ്ക്ക് അവിടെ ആ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ട്സിനോട് പറയായിരുന്നു മച്ചേ എനിക്ക് ഈ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ആ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ആ പ്ലേസ് തന്നിട്ട് കടങ്ങാനും അവിടെ പഠിച്ചുകൊണ്ടുണ്ടായിരുന്നു ഹീറോയി പഠിക്കാനും വി ഇവിടെ പഠിച്ച ഹീറോയ്ക്ക് ഗ്രാജുവേറ്റായി അയച്ചാൽ ഞാനിവിടെ ജോലിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയ്ക്ക് അവിടെ എന്തായാലും ജോബ് കിട്ടിയാണ്. ഹീറോ അവിടെ ജോബ് ചെയ്യാണ് ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. അയ്യോ അമ്മ വിളിക്കാന്ന്. അമ്മ ഫോൺ എടുത്തു. ഹലോ പ്രിയ പ്രിയ ആണ് ഹീറോയിൻ പേര്. പ്രിയ നീ ഇവിടെ ഉള്ളത്? ഞാനിവിടെ ഉള്ളത്. നിൻ്റെ ചേച്ചിക്ക് മാരേജ്. പ്രിയക്കാർ ചേച്ചി ഉണ്ടായിരുന്നു. ഓ
ചേച്ചിക്ക് മാരേജോ എന്നും പറഞ്ഞ് ഹീറോയിൻ മൂഡ് ഒരു ചേഞ്ച് ആയിരുന്നു. ഹീറോയിനിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് വയസ്സ് പറഞ്ഞ് 26 വയസ്സായി. ഹീറോയിൻ ചെറിയൊക്കെ വരാം എന്ന് പറയായിരുന്നു. 26 ഇപ്പോൾ നടക്കുന്നത്. ചേച്ചി പറഞ്ഞ ഹീറോയ്ക്ക് ഇപ്പോൾ പറഞ്ഞ ചേച്ചി പറഞ്ഞ സ്വന്തം ചേച്ചി പറഞ്ഞ ട്വിൻസാണ്. അതായത് ഹീറോയി ട്വിൻസ്. ഇപ്പോൾ ഹീറോയ്ക്ക് 26 വയസ്സ് നടക്കുന്ന ട്വിൻസ് ആണ്. ട്വിൻസ് പറഞ്ഞാൽ ട്വിൻസ് മതി രണ്ടുപേരും എടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ അത് ഹീറോയിൻ്റെ ചേച്ചി ഒന്നുമല്ല, അത് ട്വിൻസ് മതി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഹീറോയിൻ ജനിച്ചത്. അത് മതി, ചേച്ചി മതിയാണ് ഹീറോയ്ക്ക്. അതൊരു ഫ്രണ്ട്, ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഒരു സ്വന്തം മോള് മതിയായിരിക്കും. അവൾ ഭയങ്കര കാരഞ്ച് വീക്ക്, അവൾ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് അവൾക്ക് മാരേജൊക്കെ ഹീറോയിനെ വിളിച്ചായിരുന്നു. മോം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക് ഹീറോയിനെ കുറിച്ച് മറട്ടാ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ മാരേജൊക്കെ വന്നായിരുന്നു. അങ്ങനെ മാരേജൊക്കെ ഹീറോയിൻ എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ഡ്രസ്സെല്ലാം നല്ല നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ വന്ന പിന്നെ ഹീറോയിനെ നോക്കി ഷോക്കായിരുന്നു. വാവ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചേച്ചാ ഇവിടെ നോക്കില്ല. പിന്നെ കണ്ട് കഥ ഇരുന്നിട്ട് അവിടെ ജോലി സംസാരിക്കുമായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഇപ്പോൾ കോളേജ് ഫൈനൽ പഠിക്കുകയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ജോലി ഫ്രണ്ട്സിനോട് പറയായിരുന്നു. എന്താ പറ്റി? ഒന്നുമില്ലടി. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട്സ് ജോലി സംസാരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഗേൾ ഫ്രണ്ട് വന്നായിരുന്നു. ഗേൾ ഫ്രണ്ട് വന്നിട്ട് ഞാൻ കാണാൻ എങ്ങനെയുണ്ട്? അവൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി, കൈക്ക് ബ്ലൗസ് പറഞ്ഞ ബ്ലൗസൊക്കെ കൈ അതും അങ്ങനെ സിമിസ് കൈ മതി. ഇതെന്താ ഇത്ര എന്നെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്ന്. ഹീറോയിനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ ബോയ്സെല്ലാം ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കുക. വീക്ക് എന്താ അറിയില്ല, ഹീറോയെ സൈറ്റ് അടിക്കുകയാണെങ്കിൽ വീക്ക് ടെൻഷൻ ആവായിരുന്നു. ആ വീട്ടിൽ തന്നെ സംസാരിക്കായിരുന്നു. ഹീറോയ്ക്ക് ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിക്കായിരുന്നു. അപ്പോൾ ഒരാൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ക്യൂട്ടിട്ട് നല്ല ഹാൻസമായിട്ട് ഒരു ബോയ് വന്നായിരുന്നു. ഹായ് അങ്കിൾ. ഹായ് ഡാ, എങ്ങനെയുണ്ട്? സുഖന്നേ? സുഖമാണ്. ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിൻ സ്മൈൽ ചെയ്തായിരുന്നു. അങ്കിൾ കുറച്ച് സംസാരിക്കാൻ വന്നതാ. എന്താടാ എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെ മോളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു.